ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുന്നു. ചില കൂടുമാറ്റങ്ങൾ നടക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ സജീവമാകുന്നു. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ് BJP-യിലേക്ക് എന്ന റിപ്പോർട്ടുകൾ. കമൽനാഥ് മകൻ നകുൽനാഥ്, വിവേക് തൻക എന്നിവർ BJP-യുമായി ചർച്ച നടത്തിയെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. കമൽനാഥിന് BJP രാജ്യസഭാ സീറ്റും നകുൽനാഥിന് ലോക്സഭാ സീറ്റും വാഗ്ദാനം ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. ചൊവ്വാഴ്ച കമൽനാഥ് MLA-മാരെ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, കഴിഞ്ഞ കുറേ നാളുകളായി ഹൈക്കമാൻഡുമായി കമൽനാഥ് ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യം, PCC അധ്യക്ഷ പദവിയിൽ നിന്ന് നിർബന്ധിതമായി ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെട്ട സാഹചര്യം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഏത് തരത്തിലുള്ള നീക്കങ്ങളാണ് കമൽനാഥിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്? ഈ MLA-മാർക്കുള്ള വിരുന്ന് അത് തൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക, അതാണോ അതിൻ്റെ ലക്ഷ്യം? ബൽറാം, റിജിത്ത്, ചൊവ്വാഴ്ചയാണ് കമൽനാഥ് MLA-മാരെ മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ MLA-മാർക്ക് വിരുന്ന് നൽകാനായി ക്ഷണിച്ചിരിക്കുന്നത്. അത് ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാൻ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ നീക്കം എന്നാണ് വിലയിരുത്തുന്നത്. അതേസമയം കോൺഗ്രസിനെയും ദേശീയ രാഷ്ട്രീയത്തെയും തന്നെ ഞെട്ടിക്കുന്ന ഒരു അഭ്യൂഹങ്ങളാണ് അല്പസമയം മുമ്പ് പുറത്തു വന്നത്. കമൽനാഥ് BJP-യുമായി ചർച്ച നടത്തിയെന്നും BJP-യിലേക്ക് പോകുകയാണെങ്കിൽ അദ്ദേഹത്തിന് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മകനും സിറ്റിംഗ് MP-യുമായ നകുൽനാഥിന് ചിന്ദ്വാഡ സീറ്റിൽ മത്സരിപ്പിക്കാം എന്നും BJP വാഗ്ദാനം ചെയ്തതായാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. കമൽനാഥ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലുണ്ടായിരുന്നു. സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തനിക്ക് രാജ്യസഭാ സീറ്റ് വേണമെന്ന ആവശ്യവുമായാണ് അദ്ദേഹം ഡൽഹിയിൽ എത്തിയത്. എന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇതിനോട് അനുകൂലമായ ഒരു പ്രതികരണം ഉണ്ടായില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കമൽനാഥ് മറുവഴികൾ തേടുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അദ്ദേഹം നേരത്തെ റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹമായിരുന്നു പാർട്ടിയുടെ മുഖം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയും PCC അധ്യക്ഷനും ആയിരുന്നു കമൽനാഥ്. എന്നാൽ കനത്ത തിരിച്ചടി സംസ്ഥാനത്ത് നേരിട്ടതിന് പിന്നാലെ തന്നെ കമൽനാഥിൻ്റെ രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു ഹൈക്കമാൻഡ്. അത് അതൃപ്തിക്ക് കാരണമായി. ഒപ്പം തന്നെ മറ്റ് സഖ്യകക്ഷികളെ കമൽനാഥ് നല്ല ബന്ധം പുലർത്തിയില്ല എന്നും അത് ഇന്ത്യ സഖ്യത്തിനെ പോലും ബാധിച്ചു എന്ന വിലയിരുത്തൽ ഹൈക്കമാൻഡിനുണ്ട്. പലപ്പോഴും കമൽനാഥ് നടത്തുന്ന പ്രസ്താവനകളും പെരുമാറ്റങ്ങളും ഹൈക്കമാൻഡിനെ പ്രതിരോധത്തിലാക്കുന്നു എന്ന വിലയിരുത്തലുമുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെ കാലങ്ങളായി അത്ര നല്ല ബന്ധം കമൽനാഥുമായി ഉണ്ടായിരുന്നില്ല. തിരഞ്ഞെടുപ്പ് തോൽവിയോടുകൂടി അത് പൂർണ്ണമായും തന്നെ ബന്ധം തകർന്ന ഒരു പശ്ചാത്തലമുണ്ട്. എന്തായാലും ഈ റിപ്പോർട്ടുകളോട് കോൺഗ്രസ് നേതൃത്വം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും ചില നേതാക്കളുമായി സംസാരിക്കുമ്പോൾ കമൽനാഥ് രാജ്യസഭാ സീറ്റ് ഉറപ്പിക്കാനായി കമൽനാഥ് നടത്തുന്ന നീക്കമാണ് ഇത് എന്നുള്ളതാണ്. ചൊവ്വാഴ്ച നടത്തുന്ന MLA-മാർക്കുള്ള വിരുന്ന് ഏറെ നിർണായകമാകും. തൻ്റെ ശക്തി ഹൈക്കമാൻഡിന് മുന്നിൽ തെളിയിക്കുക, അല്ലെങ്കിൽ BJP-ക്ക് മുന്നിൽ വിലപേശാനുള്ള ശേഷി തെളിയിക്കുക, ഇത് രണ്ടും തന്നെയാണ് കമൽനാഥ് ഈ ഒരു വിരുന്നിലൂടെ ലക്ഷ്യം വെക്കുന്നത്. റിജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ് BJP-യിലേക്ക് എന്ന റിപ്പോർട്ടുകൾ സജീവമാവുകയാണ്. കമൽനാഥിന് BJP രാജ്യസഭാ സീറ്റും മകൻ നകുൽനാഥിന് ലോക്സഭാ സീറ്റും വാഗ്ദാനം ചെയ്തു. അത്തരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരങ്ങൾ. ബൽറാം നെടുങ്ങാടി അതിൻ്റെ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് പങ്കുവയ്ക്കുകയായിരുന്നു.